ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണ്. ഞാനും സ്നേഹയും ഒരുമിച്ചാണ് പോയത്. ഞങ്ങളൊരു മുറിയിൽ താമസിക്കുകയും ചെയ്തു. എന്ത് സാഹചര്യമായാലും ദൈവവ്യയമുള്ളവനായിരിക്കണമെന്ന് ഫാദർ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. എന്നോട് പൊറുക്കണം. ആദ്യം നീ അവിടെ നിന്ന് എഴുന്നേക്ക്. എഴുന്നേക്കടാ. എന്നിട്ട് ഇങ്ങോട്ടിരി. എടാ, ഞാൻ രംഗനാഥനെ കണ്ടിരുന്നു. സ്നേഹയോടൊപ്പം അയാൾ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചിത്രങ്ങളൊക്കെ വ്യക്തമായി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു യാത്ര ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ബന്ധങ്ങൾക്കിടയിൽ അറിയാതെ പാകിയിരിക്കുന്ന ചില നൂലിഴകളുണ്ട്. അത് തന്നെയാണ് ജീവിതത്തിന് ഏറ്റവും മനോഹരമാക്കുന്നത്. അതില്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഫാദർ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, ഞാനത് ഏറ്റെടുത്തോളാം. നിനക്ക് 4 വയസ്സുള്ളപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അനാഥാലയത്തിലെ കുശിനിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് നീ ഒരു നാണയമെടുത്തു. അയാളതറിഞ്ഞിട്ടില്ല, വേറെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് രാത്രിയിൽ നീ എൻ്റെ മുറിയിൽ കയറി വന്നു. ഇപ്പൊ നീ നിന്നതുപോലെ മുട്ടുകുത്തി നിന്നു. നിന്റെ വലത് കൈയിൽ നീട്ടിപ്പിടിച്ച നാണയത്തൊട്ടുണ്ടായിരുന്നു. ഞാൻ മോഷ്ടിച്ചു പോയ അച്ചോ എന്ന് പറഞ്ഞു നീ അന്ന് ഒരുപാട് കരഞ്ഞു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓർമ്മയുണ്ടോ നിനക്കത്? പറ്റിപ്പോകുന്ന തെറ്റുകൾ ഏറ്റുപറയുന്നതും പ്രായശ്ചിത്തം ചെയ്യുന്നതും മഹത്വം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ മൂല്യം തെറ്റാണെന്നറിയുന്ന ഒരു കാര്യം അത് ചെയ്യാതിരിക്കുന്നതിലാണ്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി രംഗനാഥനെ കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അല്ല, അതിനി രണ്ടുപേർക്കും തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ്. ഓഹോ, ആ മഹാമനസ്കതയ്ക്ക് കൈകൂപ്പി ഒന്ന് തൊഴുതേ പറ്റൂ. എന്നാലും അവളെ ഞാനൊന്ന് കാണട്ടെ, എൻ്റെ കുഞ്ഞാടിനെ വഴിതെറ്റിച്ചവളെ. അയ്യോ ഫാദർ, സ്നേഹയോട് അങ്ങനെയൊന്നും ചോദിക്കല്ലേ. ആര് ചോദിക്കാൻ പോകുന്നടാ? എടാ, എൻ്റെ കുപ്പായത്തിൻ്റെ പരിധികൾ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും വിവാഹം ഉടനെ തന്നെ നടത്തണം. അത് മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിനൊരു പരിഹാരം. ഡോക്ടർ സ്നേഹ അല്ലേ? അതെ. എന്താ? എനിക്കൊരു ഹെൽപ്പ് വേണം. കുട്ടി സ്കൂളിൽ നിന്നാണോ വരുന്നത്? അതെ. ഇവിടെ അടുത്തുള്ളതാണോ? മുഖം കണ്ടിട്ട് എനിക്ക് ചെറിയ പരിചയമുള്ളത് പോലെ. ഇല്ല, ഞാൻ കുറച്ച് ദൂരെന്നാ. ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? ഡു യു ഹാവ് എനി പ്രോബ്ലം? പണത്തിന് എന്തെങ്കിലും ആവശ്യമാണോ? അല്ല. ഓ, മനസ്സിലായി. വാഷ്റൂം യൂസ് ചെയ്യാനോ മറ്റോ ആണെങ്കിൽ കുട്ടി അകത്തേക്ക് വന്നോളൂ. എന്താ കുട്ടി, വാഷ്റൂം പോകുന്നില്ലേ? എനിക്ക് ഡോക്ടറിന് മറ്റൊരു ഹെൽപ്പാ വേണ്ടത്. പറഞ്ഞോളൂ. ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. നോക്കൂ കുട്ടി, ഞാൻ പരീക്ഷ പാസ്സായിട്ടുണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അക്കാര്യത്തില് വ്യക്തമായ തീരുമാനം എടുത്തിട്ടുമില്ല.
ഐ തിങ്ക് ഇറ്റ് ഇസ് ബെറ്റർ കുട്ടി മറ്റൊരാളെ കാണുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യാം. വേണ്ട, ഞാൻ പറയുന്ന പ്രശ്നം ഡോക്ടർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല. അത് കൊള്ളാലോ. ഒട്ടും പരിചയമില്ലാത്തൊരു സ്റ്റുഡന്റ് കയറി വരിക, എനിക്ക് മാത്രം അറിയാവുന്ന എന്തോ പ്രശ്നം മനസ്സിലുണ്ടെന്ന് പറയാ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അല്ല, താനീ പറയാൻ പോകുന്ന പ്രോബ്ലം തന്റേതാണോ അതോ ഏതെങ്കിലും അടുത്ത കൂട്ടുകാരിയുടേതാണോ? അല്ല, അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, പൂച്ചയെ പോലെ പതുങ്ങി നടക്കുന്ന കൂട്ടുകാരികൾ എന്തെങ്കിലും അബദ്ധം ഒപ്പിക്കുക, അതിന്റെ ഒരു പ്രതിവിധി തേടി കൂട്ടത്തിൽ ഏറ്റവും ചങ്കൂറ്റമുള്ള ആളെ ഇറങ്ങിത്തിരിക്കുക. ഞാൻ പോയിട്ടുണ്ട്. എന്റെ കാര്യം തന്നെയാ. കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ കൃത്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാനുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. തൽക്കാലം ഒരു കാര്യം ചെയ്, ഒരു കൺസൾട്ടേഷൻ ലൈനിൽ നിന്ന് മാറി നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം സംസാരിക്കാം. അതുകൊണ്ട് താനൊന്ന് ഫ്രഷ് ആവുകയാണെങ്കിലോ? അത് മതി. എന്നാ പറ, എന്താ തന്റെ പ്രോബ്ലം? പറയാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? പിന്നെന്താ, ഞാൻ എടുത്തിട്ട് വരാം. സാരംഗ്, 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 യാമി സ്കൂളിൽ നിന്ന് എങ്ങോട്ടാ പോയിരിക്കുന്നത്? സ്കൂളിൽ നിന്നോ? ആ, അവള് ക്ലാസ്സിലിരിക്കാതെ ഇറങ്ങിപ്പോയിന്ന് യദു പറഞ്ഞു. മോനെ എത്ര ചോദിച്ചിട്ടും അവള് മറുപടി പറഞ്ഞില്ലെന്ന്. എനിക്കറിയില്ല. അവൾ എല്ലാ കാര്യങ്ങളും സാരംഗിനോടാണല്ലോ ഷെയർ ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകാൻ പറഞ്ഞ് ഏൽപ്പിച്ചോ അവളെ? താൻ എന്തൊക്കെയാ ചോദിക്കുന്നേ? മുമ്പാണെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു. എന്റെ കുട്ടി എവിടെ പോണേന്ന് എനിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തത് സാരംഗല്ലേ. അവൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് സാരംഗ് ഉത്തരം പറഞ്ഞേ മതിയാവും. ഞാൻ അന്വേഷിക്കാം. സ്കൂളിലേക്ക് പോയ കുട്ടിയാ. അവളുടെ പ്രായം, പരുവം അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. അമ്മയുടെ അടുത്ത് അവള് കടുപ്പം കൂട്ടി സംസാരിച്ചാലേ അതിൽ സന്തോഷിക്കുന്ന ഒരു അച്ഛനുണ്ട്. അതിന്റെ ധൈര്യം, അതിന്റെ അഹങ്കാരം, അതാ അവളീ കാണിക്കുന്നത്. എടോ, ഞാനും വരാം. വേണ്ട, രണ്ടുപേരും എന്തായാലും രണ്ടു വഴിക്കല്ലേ. മകളെ തെരഞ്ഞിറങ്ങുന്നതും അങ്ങനെ തന്നെ ആവാം. കണ്ടുകിട്ടാൻ എളുപ്പമായിരിക്കും. വെള്ളം ചോദിച്ചു, തന്നു, കുടിച്ചു. പക്ഷെ കുട്ടിയൊന്നും പറഞ്ഞില്ല. പറയടോ. ഞങ്ങളുടെ ഫാമിലിയിൽ വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഫാമിലി മീൻസ് കുട്ടിയും വീട്ടുകാരും തമ്മിലോ? അല്ല, അച്ഛനും അമ്മയും തമ്മിൽ. അവരിപ്പോ സെപ്പറേറ്റഡ് ആണ്. ഓ, ഇതിപ്പോ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. കുട്ടി ഇപ്പോ അച്ഛന്റെ കൂടെയാണോ അതോ അമ്മയുടെ കൂടെയാണോ? അച്ഛനും അമ്മയും എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞത്? അത് അപ്പൂപ്പനും അമ്മയും കൂടെ എടുത്തൊരു ഡിസിഷനാ. ഓക്കെ, അവര് സെപ്പറേറ്റഡ് ആവാൻ എന്താ കാരണം? എന്റെ അമ്മ ചീത്തയാണ്. അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് അമ്മയ്ക്ക്. കുട്ടി, പലപ്പോഴും ഇത്തരം കാരണങ്ങള് വെറും തെറ്റിദ്ധാരണയിൽ നിന്ന് തുടങ്ങാറുണ്ട്. ചില സമയങ്ങളിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരാളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കാറുണ്ട്. അമ്മയെക്കുറിച്ച് ഇത്ര കടുത്ത ഭാഷയിൽ പറയാൻ പാടില്ലെന്നാ എന്റെ ഒരു ഒപ്പീനിയൻ. എനിക്കറിയാം അമ്മ ചീത്തയാണ്. അതിനുള്ള തെളിവ് അച്ഛന്റെ കയ്യിൽ മാത്രല്ല, എന്റെ കയ്യിലുണ്ട്. എന്റെ അച്ഛൻ പാവ. അച്ഛന് ഞങ്ങളും വീട് മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും തമ്മില് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടായിട്ടുണ്ടോ? ഇല്ല. അച്ഛന്റെ സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇതിനെന്താ വേണ്ടത്? മോൾക്ക് എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ആയിരിക്കും വേണ്ടെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇത് ഡോക്ടർ വിചാരിച്ച ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? അമ്മയായിട്ട് ചീത്ത ബന്ധമുള്ള മനുഷ്യനെ ഡോക്ടർക്ക് അറിയാവുന്നതാ. എനിക്കറിയാവുന്ന ആളോ? അതെ, ഡോക്ടർ അരുൺ. കുട്ടി എന്തൊക്കെയാ പറയുന്നത്? അരുണോ? അരുണിനെ കുട്ടിക്ക് എങ്ങനെ അറിയാം? അരുൺ അങ്ങനത്തെ ഒരു ചീത്തശീലങ്ങളും ഇല്ല. ഉണ്ട്. ഞാൻ ആരാന്നറിയോ? ഡോക്ടർ മൈഥിലിയുടെ മോള. അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നതിന്റെ കാരണം അച്ഛൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അത് നാണക്കേട് കൊണ്ടാ. അമ്മ അറിഞ്ഞെങ്കിലും അച്ഛനെയും ഞങ്ങളെയും ചതിക്കുക. കുട്ടി നിർത്തൂ.
ഡോക്ടർ മൈഥിലിയും അരുണും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രത എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് എല്ലാരും പറ്റിക്കുന്നത്. അരുണാകുളോട് ഡോക്ടർ ഒന്ന് പറയോ ഞങ്ങൾ വേദനിപ്പിക്കരുതെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചത്തുകളയും. കുട്ടി, അമ്മ ചീത്തയാണ്, അരുണാകുളും ചീത്തയാണ്, ഡോക്ടർ പറ്റിക്കപ്പെടുക. നീ എവിടുന്ന വരുന്നേ? സ്കൂളിൽ നിന്ന്. അല്ല, സ്കൂളിൽ നിന്ന് നീ ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായിട്ടുണ്ട്. നീ എങ്ങോട്ടാ പോയേ? ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ടാ പോണേന്ന് യതി ചോദിച്ചില്ലേ? പോകാൻ പാടില്ല എന്നവൻ പറഞ്ഞില്ലേ? എന്നിട്ട് മുഖത്തേക്ക് നോക്കി യാമി, എങ്ങോട്ടാ നീ പോയേ? അത് അമ്മ അന്വേഷിക്കണ്ട. ഓ, അങ്ങനെ ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് എവിടെയും പോവാന്നാണോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, എവിടെയാ നീ പോയത്? യാമി, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, പറയടി. വന്ന് വണ്ടി കയറ്. ഞാൻ വരുന്നില്ല. നിന്നോട് വണ്ടി കയറാനാ പറഞ്ഞത്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. നോക്ക്, തന്നിഷ്ടത്തിനുള്ള ലൈസൻസ് നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന്റെ ബലത്തിലേ എന്നെ നിഷേധിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ നിന്റെ അമ്മയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തന്നേ പറ്റൂ. ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. വാടി ഇങ്ങോട്ട്. അല്ല, എന്താ ഇപ്പൊ പെട്ടെന്ന് പുറത്തു പോകാനൊരു തീരുമാനം? ഒന്ന് പുറത്ത് പോവല്ലേ, അതിനെന്തിനാ ഒരു തീരുമാനത്തിന്റെ കാര്യം? നമ്മളൊന്ന് കറങ്ങുന്നു, വേണമെങ്കിൽ ഒരു സിനിമ കാണുന്നു, നൈറ്റ് വേണമെങ്കിൽ കുറച്ച് ഡ്രൈവ് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ചു വരാം. ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ കാര്യമായിട്ട് എന്തോ സന്തോഷം വന്നിട്ടുണ്ടാവണല്ലോ. എന്താന്ന് പറ. ഒന്നുമില്ലടോ. ആ, താൻ പെട്ടെന്ന് റെഡിയാവോ? അതെ, കാര്യം പറഞ്ഞിട്ട് പോയാ മതി. ജോലിക്കാരി എന്തെങ്കിലും റെഡിയായോ? ഇല്ല. പിന്നെന്താ, ലോട്ടറി അടിച്ചോ? പിന്നെ ഞാൻ ലോട്ടറി എടുത്താലേ ആ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് പോലും ഒന്നും അടിക്കില്ല. അത്രയ്ക്ക് നല്ല കയ്യാ ഇത്. പിന്നെന്താ കാര്യമൊന്ന് പറ. ദേ, എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാന്ന് നമ്മൾ തമ്മിലുള്ള വാക്ക. അത് മറക്കാനോ തീരുമാനമെങ്കിൽ നാളെ മുതൽ ഞാനും ചില രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കും. വേണ്ട വേണ്ട, നമ്മൾ തമ്മില് അങ്ങനൊരു വാശോ വെല്ലുവിളിയോ ഒന്നും വേണ്ട. ഇതെന്റെ ഒരു സന്തോഷമാണ്. സാരംഗിന്റെ മുന്നില് താൻ നടത്തിയ പെർഫോമൻസ് ഇടോ ഭയങ്കര. അപ്പൊ ചുമ്മാതല്ല സാരംഗ് പറഞ്ഞത്, ഉള്ളിൽ നല്ല ഈഗോ ഉണ്ടെന്ന്. ഇല്ലടോ, ഇതെന്റെ ഭാര്യയ്ക്ക് ഞാൻ തരുന്ന ഒരാദരവായിട്ട് കരുതിയാൽ മതി. താൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തൊരു രീതി, എനിക്ക് വേണ്ടി പ്രതിഷേധിച്ചപ്പോ തന്റെ ശബ്ദം ഉയർന്നത്. കൺമുന്നിൽ നിൽക്കുന്നവൻ ആരായാലും കുഴപ്പമില്ല, എനിക്കെന്റെ ഭർത്താവ് മാത്രമാണ് വലുതെന്ന് പറഞ്ഞത്. അതൊക്കെ പെട്ടയ്ക്കുന്ന വാക്കുകളായിട്ട് ഇവിടങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. റിയലി ഐ എം പ്രൗഡ് ഓഫ് യു. ദേ, ഇങ്ങനെയൊക്കെ പുകഴ്ത്തി കഴിഞ്ഞാലേ ഞാൻ വഴി കാണുന്ന ആരുടെയും മെക്കിട്ട് കയറുവേ ചീത്ത വിളിക്കും. അപ്പൊ പിന്നെ എന്നെ നോക്കിക്കൊള്ളണം. താൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ന്യായമല്ലാത്ത ഒരു കാര്യവും താൻ ചെയ്യില്ല. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്കൊന്ന് ഇറങ്ങിക്കൂടെ? പോ. അങ്ങനെ സാരംഗിനെ വിരട്ടിയതിന്റെ പേരിലും കിടക്കട്ടെ ഒരു സ്മോൾ ട്രീറ്റ്.
ഇതെന്തായാലും ഞാൻ ഒഴിവാക്കില്ല. ബർത്ത്ഡേക്ക് വരാതിരുന്നാലേ നീ എന്നെ അരുണിന്റെ അടുത്തുനിന്ന് അകറ്റും. അതെനിക്ക് വലിയ നഷ്ടാ. മാമായിട്ട് ഒരു ചെറിയ വാക്കി പിണങ്ങുന്നോ ഇത്തിരി നേരം മിണ്ടാണ്ടിരിക്കുന്നോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ ദൈവത്തെ പിരിഞ്ഞിരിക്കാം, പക്ഷെ മാമിനെ പിരിഞ്ഞിരിക്കില്ല. ആഹാ, മോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? എന്നിട്ടെന്താ വല്ലാത്തൊരു സൈലൻസ്? എന്തു പറ്റി മോളെ? ഒന്നുമില്ല. എന്ന് പറഞ്ഞ് ഒഴിയാനൊന്നും നോക്കണ്ട. കാരണം എന്താണെന്ന് എനിക്കറിയാം. അരുണിനെ ഫോണിൽ കിട്ടുന്നുണ്ടാവില്ല. അതോ വീണ്ടും ഡോക്ടർ മൈഥിലിയുടെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടോ? എന്നെ ചീത്ത പറയാൻ അവർക്ക് എന്താ യോഗ്യത? നീയല്ലേ പറഞ്ഞത് ചേച്ചിയാണ് കൂടപ്പറപ്പാണെന്നൊക്കെ? അതൊക്കെ ഒരു മണ്ടത്തരം. ആ, നിക്ക് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. സത്യത്തിൽ ഈ അരുണിനെ അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതും ഒരു പരമപൂർണ്ണ ഏർപ്പാടാ. നീ പഠിച്ചതുകൊണ്ടോ ഗുണമില്ല. അവനെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ. ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്നൊക്കെ എനിക്കറിയാം. എന്ത് കാര്യങ്ങള്? എന്നാ ഞാൻ കൂടി കേക്കട്ടെ. അച്ഛന് വേറെ ജോലിയൊന്നും ഇല്ലേ? എന്നൊന്ന് വെറുതെ വിടുവോ? ഓ, അങ്ങനെ ആരോട് വഴക്കിട്ടാലും എന്നോട് പിണങ്ങുന്ന ശീലമൊന്നും വേണ്ട. അച്ഛൻ കൈവിട്ടെ. വിടാനല്ലേ പറഞ്ഞേ? മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് ഉപദേശം തരുമല്ലോ. അതെന്താ സ്വന്തം കാര്യത്തിൽ നടപ്പാക്കാത്തത്? അല്ല മോളെ, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അല്ല, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്.